അങ്ങനെ വാശേറിയൊരു പോരാട്ടത്തിനൊടുവിൽ കിമി ആന്റണിലെ ബെൽജിയൻ ഗ്രാൻഡ് പ്രി വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീക്കെൻഡിൽ എൻറ്റയർലി ഒരു ഹീറ്റപ്പ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു, അറ്റ്മോസ്ഫിയർ അങ്ങനെ ആയിരുന്നു. പക്ഷേ റേസ് അത്ര ഒരു എൻ്റർടൈനിങ് ആയിരുന്നില്ല, അത്ര ത്രില്ലിംഗ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ റേസിൻ്റെ സർട്ടൺ സ്റ്റേജസിൽ ഒരു ക്ലോസർ റേസിങ്ങും കാര്യങ്ങളൊക്കെ വന്നു, ചില ലാബ്സിൽ മാത്രം. അതുമാത്രമല്ല, ബെൽജിയൻ ഗ്രാൻഡ് പ്രിയുടെ ഒരു ലേഔട്ടും കാര്യങ്ങളും ഒക്കെ നോക്കുവാണെങ്കിൽ അതൊരു കംപ്ലീറ്റ് ഒരു റേസ് കോഴ്സാണ്. അപ്പം ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ അവിടെ മെഴ്സിഡസ് തന്നെ ഡൊമിനേറ്റ് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. മെഴ്സിഡസിൻ്റെ എഞ്ചിൻ അത്ര പവർഫുള്ളാണ്. അതുപോലെ സ്ട്രെയിറ്റ്സിൽ ഏറ്റവും കൂടുതൽ എനർജി ഹാർവെസ്റ്റ് ചെയ്യുന്നതും നല്ല എനർജി ഡിപ്ലോയ്മെൻ്റ് ഉള്ള കാറ് മെഴ്സിഡസിൻ്റെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മെഴ്സിഡസ് തന്നെ ഡൊമിനേറ്റ് ചെയ്യുന്നുള്ളത് കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ അതല്ലാതെ റെഡ് ബുള്ള് നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, മാക്സ് വെർസ്റ്റാപ്പൻ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതുമല്ല, സർപ്രൈസിംഗ്ലി ഹഡ്ജർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ഹഡ്ജറിന് ഓൾറെഡി ഗ്രിഡ് പെനാൽറ്റി ഉള്ളതുകൊണ്ട് ലാസ്റ്റ് നിന്നാണ് റേസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്നിട്ടും P6 ഫിനിഷ് ചെയ്തത്. അപ്പോൾ അത്ര നല്ലൊരു പെർഫോമൻസ് ഹഡ്ജറും ചെയ്തിട്ടുണ്ട്. Okay guys, welcome to another video of the channel. In this video, we are going to discuss about the race review of the Belgian Grand Prix. So we are going to analyze the race in detail. So let's go. അപ്പോൾ ശനിയാഴ്ച നടന്ന ക്വാളിഫയിങ്ങിൽ പോൾ പൊസിഷൻ ഉണ്ടായിരുന്നത് കിമി ആന്റണി, P2 ഉണ്ടായിരുന്നത് മാക്സ്, P3 ഉണ്ടായിരുന്നത് ചാൾസ്. അങ്ങനെ വളരെ കാമായിട്ട് തന്നെയാണ് റേസ് സ്റ്റാർട്ട് ചെയ്തത്. സാധാരണ ബെൽജിയൻ ഗ്രാൻഡ് പ്രിയുടെ ഫസ്റ്റ് കോർണറിൽ തന്നെ കുറച്ച് കെയോസ് ഉണ്ടാവാറുള്ളതാണ്, എന്തെങ്കിലും ക്രാഷോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ ഈ വർഷം അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഫസ്റ്റ് ടേൺ കഴിഞ്ഞ് യുറൂജും റാഡിലിയനും കഴിഞ്ഞു വരുന്ന ആദ്യത്തെ കോർണറിൽ തന്നെ മാക്സ് വെർസ്റ്റാപ്പൻ കിമിയെ ഓവർടേക്ക് ചെയ്ത് P1 വന്നു, റേസ് ലീഡറായിട്ട് വന്നു. ആദ്യം ഒരു 2 കോർണർ കഴിഞ്ഞപ്പോൾ തന്നെ മാക്സ് വെർസ്റ്റാപ്പൻ റേസ് ലീഡറായി. പക്ഷേ കെമൽ സ്ട്രേറ്റ് എത്തിയപ്പോഴത്തേന് അറിയാലോ, മെഴ്സിഡസിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ സ്പീഡ് അത്ര അടിപൊളിയാണ്. അതുകൊണ്ട് വീണ്ടും കിമി ആന്റണി മാക്സ് വെർസ്റ്റാപ്പനെ ഓവർടേക്ക് ചെയ്ത് വീണ്ടും ആ ഒരു റേസ് ലീഡർ പൊസിഷൻ തിരിച്ചെടുത്തു. ഫസ്റ്റ് ലാപ്പിൽ തന്നെ ആ ഒരു സ്വാപ്പിംഗ് നടന്നു. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ P3 സ്റ്റാർട്ട് ചെയ്ത് ചാൾസ് ലെക്ലർക്ക് P2 വരികയും ചെയ്തു. മാക്സ് വെർസ്റ്റാപ്പൻ P3 പോയി. അപ്പോൾ സാധാരണ ബെൽജിയൻ ഗ്രാൻഡ് പ്രിയുടെ ഫസ്റ്റ് കോർണേഴ്സിലാണ് എന്തെങ്കിലും ക്രാഷസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി ഭയങ്കര കേസ് ഉണ്ടാകുന്നത്. ചിലപ്പം ഫസ്റ്റ് ടേണിൽ തന്നെ ക്രാഷസ് ഉണ്ടായിട്ട് ഫസ്റ്റ് ലാപ്പിൽ തന്നെ VSC വെർച്വൽ സേഫ്റ്റി കാറോ ഒക്കെ വരാറുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള കേസുകളും ഉണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ടേണും കഴിഞ്ഞു, യുറോജ് റാഡിലിയനും കഴിഞ്ഞു, കെമൽ സ്ട്രേറ്റും കഴിഞ്ഞ് അടുത്ത ടേണിലേക്ക് വരുമ്പോഴത്തേനും ലൂയിസ് ഹാമിൽട്ടൺ ജോർജ് റസലുമായിട്ട് ക്രാഷ് ചെയ്യുകയും ജോർജ് റസൽ റേസിൽ ഔട്ട് ആവുകയും ചെയ്തു. ഫസ്റ്റ് ലാപ്പിൽ തന്നെ ഫസ്റ്റ് ലാപ്പ് കംപ്ലീറ്റ് ചെയ്തില്ല. റേസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 ടേൺ കഴിഞ്ഞപ്പോൾ തന്നെ ജോർജ് റസൽ ഔട്ട് ഓഫ് ദ റേസ്, DNF ആയി. പക്ഷേ ആ ഒരു കോണ്ടറിൽ തന്നെ കുറേ കൊളീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. വില്യംസിൻ്റെ കാർലോസ് സൈൻസും ഹാസിൻ്റെ എസ്തബൻ ഒക്കോണും തമ്മിൽ ക്രാഷായി. പക്ഷേ അവർക്ക് വലിയ പരിക്കുകളൊന്നും ഉണ്ടായില്ല. ഒക്കോണിൻ്റെ കാറിന് പഞ്ചറുണ്ടായി. അതുപോലെ തന്നെ സൈൻസ് ഒക്കോണിനെ ഇടിച്ച ആ ഒരു ഇമ്പാക്റ്റിൽ പുള്ളിയുടെ ടീമേറ്റ് ആയിട്ടുള്ള ബെയർമാൻ്റെ കാറിൽ ഇടിക്കുകയും ബെയർമാനും ട്രാക്ക് വിട്ട് പുറത്ത് ഔട്ട് ബൗൺസിലേക്ക് തിരിച്ചു. പക്ഷേ വീണ്ടും പുള്ളി റേസ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ജോർജ് റസലിനെ ഇടിച്ച് പുറത്ത് കളഞ്ഞതിന് ലൂയിസ് ഹാമിൽട്ടണ് 5 സെക്കൻഡ് പെനാൽറ്റി കിട്ടി. അങ്ങനെ ലാപ്പ് 6 ആയപ്പോഴത്തേന് വെർസ്റ്റാപ്പൻ സെക്കൻഡ് പൊസിഷൻ ചാൾസ് ലെക്ലർക്കിൽ നിന്ന് തിരിച്ചെടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ലാപ്പ് 8 ആയപ്പോഴത്തേന് ചാൾസ് ലെക്ലർക്ക്, ഓസ്കർ പിയസ്ട്രി, ലൂയിസ് ഹാമിൽട്ടൺ ഇവർ 3 പേരും തമ്മിലൊരു ക്ലോസ് റേസിംഗ് ഉണ്ടായിരുന്നു. 0.1, 0.3 അത്ര സെക്കൻഡ്സിൻ്റെ ഒരു ഗ്യാപ്പിലാണ് ഇവർ 3 പേരും തമ്മിൽ നല്ലൊരു ക്ലോസ് ആയിട്ടുള്ള റേസിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ലാപ്പ് 19 ആയപ്പോഴത്തേന് റെഡ് ബുള്ള് വെർസ്റ്റാപ്പിനെയും ബിറ്റ് ചെയ്തു, മെഴ്സിഡസ് ആന്റണിയെയും ബിറ്റ് ചെയ്തു. ഫ്രഷർ ടയേഴ്സ്, ഹാർഡ് ടയേഴ്സ് ഇട്ടു. മിക്ക ഡ്രൈവേഴ്സും റേസ് സ്റ്റാർട്ട് ചെയ്തത് മീഡിയം ടയേഴ്സിലാണ്. വളരെ 1-2 പേര് മാത്രം സോഫ്റ്റ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ് ബുള്ളിൻ്റെ ഡിസിഷൻ, ആ ഒരു മൈക്രേന വിങ്സ്, ദേ ഡിഡ്ന്റ് ബ്രിങ് ദ മൈക്രേന വിങ്സ് ടു ദി ബെൽജിയൻ ഗ്രാൻഡ് പ്രി. അപ്പം മൈക്രേന ഇല്ലാതെ തന്നെ പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം നോർമൽ ഫ്ലിപ്പുള്ള ഒരു റിയർ വിങ് തന്നെയാണ് നല്ലത്. കാരണം ആ ഒരു പേസ് കാണാനുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ റേസ് വീക്കെൻഡിൽ എൻ്റയർലി റെഡ് ബുള്ള് ഫാസ്റ്റസ്റ്റ് കാറായിരുന്നു. ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞായിരുന്നു, ഫ്രീ പ്രാക്ടീസ് സെഷൻസിലും റെഡ് ബുള്ള് ഫാസ്റ്റസ്റ്റ് ആയിരുന്നു. മാക്സ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു മാക്സിൻ്റെ. അതുമാത്രമല്ല, ക്വാളിഫയേഴ്സിൽ റെഡ് ബുള്ളിന് ടീം വർക്ക് ഉണ്ടായിരുന്നു. അതും ഞാൻ ആ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹഡ്ജർ മാക്സിനെ ടോ ചെയ്തു. ഓക്കെ, സോ ഇറ്റ് വാസ് ഗുഡ് ടു വാച്ച്. ലാപ്പ് 21 VSC വന്നു, വെർച്വൽ സേഫ്റ്റി കാർ. മാർഷൽസ് ട്രാക്കിൽ ഇറങ്ങി ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഫെറാറി 2 ഡ്രൈവേഴ്സിന്, ചാൾസിനെയും ഹാമിൽട്ടനെയും ബിറ്റ് ചെയ്തു. അപ്പോൾ അറിയാലോ, ഹാമിൽട്ടൺ ഓൾറെഡി ഒരു 5 സെക്കൻഡ് പെനാൽറ്റി ഉണ്ട് ജോർജ് റസലിനെ ഇടിച്ച് പുറത്ത് കളഞ്ഞതിന്. അങ്ങനെ ചാൾസ് പിറ്റിലേക്ക് വന്ന് ടയറൊക്കെ ചേഞ്ച് ചെയ്ത് പോയി. ലൂയിസ് ഹാമിൽട്ടൺ പുറകിന് വന്നു, പിറ്റിലേക്ക് സ്റ്റോപ്പ് ചെയ്ത് നിന്നു. 5 സെക്കൻഡ് പെനാൽറ്റി ഉള്ളത് കൊണ്ട് 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ടയർ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഹാമിൽട്ടൺ വെയിറ്റ് ചെയ്തു, 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തു, ടയറും ചേഞ്ച് ചെയ്തു. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാമിൽട്ടൺ ഒരു മെക്കാനിക്കിനെ ഇടിച്ചു.
പുള്ളിക്കൊന്നും പറ്റിയില്ല. സോ നൗ ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ചാൾസ് ലെക്ലർക്ക്. അപ്പോൾ ഈ ഒരു വീക്കെൻഡിൽ എൻ്റയർലി ചാൾസ് നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രി തൊട്ട് ചാൾസ് ഈസ് ബാക്ക് ടു ഫോം. നല്ലൊരു ബാലൻസ് ചാൾസിന് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല മെക്കാനിക്സുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ചാൾസ് ഈസ് ഡൂയിങ് ബെറ്റർ. അങ്ങനെ ലാബ് 26 ലാൻഡോ നോറിസ്, ആന്റണി വെർസ്റ്റാപ്പൻ ഇവർ മൂന്നുപേരും തമ്മിൽ നല്ലൊരു ക്ലോസ് ആയിട്ട് റേസിംഗ് ഉണ്ടായിരുന്നു. നോറിസ് P3, ആന്റണി P4. ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.2 ആണ്. വെർസ്റ്റാപ്പൻ P4. വെർസ്റ്റാപ്പനും ആന്റണിയും തമ്മിൽ 2.6 സെക്കൻഡിന്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ ലാബ് 29 ആയപ്പോഴത്തേന് ഈ ഒരു എൻ്റെ റേസിലെ ഒരു മോസ്റ്റ് ഹൈലൈറ്റ് മൊമെന്റ് വന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ P10 റേസിംഗ് ബുൾസിൻ്റെ ലിയാം ലോസൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ട് പുറയിൽ ഓഡിയുടെ ഹൾക്കൻബർഗ് ഉണ്ട്. പിന്നെ P12 13 ഉള്ളത് ആൽപൈൻ്റെ ഗ്യാസ്ലിൻ കൊളപ്പിൻ്റെയാണ്. അങ്ങനെ ആൽപൈൻ്റെ 2 ഡ്രൈവേഴ്സും കൂടെ ലോസനെ ചേസ് ചെയ്യുവാണ്. ലോസൺ ട്രാക്കിൻ്റെ സെൻറ്ററിൽ പോകുന്നു. ഇടതുവശത്ത് ലെഫ്റ്റ് സൈഡിൽ കൊളപ്പിൻ്റെ, റൈറ്റ് സൈഡിൽ പിയർ ഗ്യാസ്ലി. അങ്ങനെ 2 ആൽപൈൻ ഡ്രൈവേഴ്സിനും കൂടെ ലിയാം ലോസനെ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരേ ഒരു ചോദ്യം, ആരായിരിക്കും ലോസനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്? അങ്ങനെ കുറച്ച് നേരത്തേന് ഇവർ മൂന്നുപേരും കൂടി ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഫ്രാങ്കോ കൊളപ്പിൻ്റെ ഇവരെ 2 പേരും ഓവർടേക്ക് ചെയ്ത് ഒരു P9 പൊസിഷൻ നേടിയെടുത്തു. അങ്ങനെ ലാബ് 31 കഴിഞ്ഞപ്പോഴത്തേന് റേസ് ലീഡർ പൊസിഷൻ വീണ്ടെടുക്കാൻ വേണ്ടി കിമി ആന്റണി ചാൾസ് ലെക്ലർക്കിനെ ഹണ്ട് ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവന്ന് ഒരു 0.9, 1 സെക്കൻഡ്, 0.9, 0.5 ആ ഒരു രീതിയിൽ ഒരു 2-3 ലാപ്പ് അങ്ങനെ പോയി. അങ്ങനെ ലാബ് 34 ആയപ്പോഴത്തേന് കിമി ആന്റണി ഗോട്ട് ദ ചാൻസ് ആൻഡ് ഓവർ ടു ചാൾസ് ആൻഡ് റീറ്റെയിൻ ഹിസ് പൊസിഷൻ ആസ് റേസ് ലീഡർ. അങ്ങനെ ലാബ് 34 വീണ്ടും റേസ് ലീഡറായി കിമി ആന്റണി ലാബ് 44 വരെ ആ ഒരു പൊസിഷൻ നിലനിർത്തി ലാബ് 44 ഫിനിഷ് ലൈൻ കടന്നു. സീസണിലെ 6th വിന്ന് സ്വന്തമാക്കി. അപ്പോൾ ഒരു കമ്പാരിസന് വേണ്ടി പറയാം, ഞാനത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു. കമ്പാരിസന് വേണ്ടി ജോർജ് റസലിൻ്റെ ടോട്ടൽ കരിയർ വിൻ എന്ന് പറയുന്നത് 7 എണ്ണമാണ്. 7 ഗ്രാൻഡ് പ്രി വിൻ ചെയ്തിട്ടുണ്ട്. അപ്പം കിമി ആന്റണി കഴിഞ്ഞ വർഷം ഫോർമുല 1 വന്നു. സെക്കൻഡ് സീസണിൽ തന്നെ ഓൾറെഡി 6 ഗ്രാൻഡ് പ്രീസ് വിൻ ചെയ്ത് കഴിഞ്ഞു. അതുമാത്രമല്ല ഓസ്കർ പിയസ്ട്രിയുടെ ടോട്ടൽ ഗ്രാൻഡ് പ്രി വിന്നും ഓവർകം ചെയ്ത് കഴിഞ്ഞു ഒരു സീസൺ കൊണ്ട്. സോ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഫോർമുല 1 വന്നു. 2ാമത്തെ സീസണിൽ തന്നെ ദിസ് കിഡ് ഈസ് ഡിഫൈനിങ് ഹിസ്റ്ററി. അപ്പം ഹീസ് ബ്രേക്കിംഗ് മെനി റെക്കോർഡ്സ്. സോ ഹ്യൂജ് കൺഗ്രാജുലേഷൻ ടു കിമി ആന്റണി. സോ ഇനി അടുത്ത റേസ് ഹംഗേറിയൻ ഗ്രാൻഡ് പ്രി ആണ്. അതൊരു 3 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ 3 ആഴ്ച ഫോർമുല 1 ബ്രേക്കാണ്, സമ്മർ ബ്രേക്ക്. അപ്പം ഇതിനിടയിൽ കുറേ സിൽവർ സീസൺ കാര്യങ്ങൾ, ട്രാൻസ്ഫർ ന്യൂസും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഈ ഒരു 3 ആഴ്ചയിൽ ടീംസ് വിൽ ബ്രിങ് ലോട്ട് ഓഫ് അപ്ഗ്രേഡ്സ്. അപ്പോൾ ടീംസിൻ്റെ അപ്ഗ്രേഡ്സിനെ കുറിച്ച് പുതിയ ന്യൂസ് എന്തെങ്കിലും വരുവാണെങ്കിൽ പുതിയ വീഡിയോ ആയിട്ട് വരാം. സോ ഈ വീഡിയോ ഇപ്പോൾ എൻ്റയർലി ഒരു റേസ് റിവ്യൂ മാത്രമാണ്. ഇപ്പോൾ റേസിൻ്റെ ഓരോ എക്സൈറ്റിംഗ് മൂമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ മാത്രമാണ് റിവ്യൂ ചെയ്തത്. അതുമാത്രമല്ല ഇതിൻ്റെ മറ്റ് സ്പെക്കുലേഷൻസ്, ഡ്രൈവേഴ്സിൻ്റെ കമൻസ്, അല്ലെങ്കിൽ റേഡിയോ കോൺവെർസേഷൻസ്, ടീം പ്രിൻസിപ്പൾസിൻ്റെ കമൻസ്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേറൊരു വീഡിയോ കൂടെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. സോ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അടുത്ത ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിയുടെ പ്രിവ്യൂ വീഡിയോ, ട്രാക്ക് റിവ്യൂ കാര്യങ്ങളായിട്ടൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. So bye.